ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ചായ, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ചായ എങ്ങനെ ഉണ്ടാക്കരുത്, നിങ്ങൾ ചായ ഒന്ന് കാണിക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ ചായൻ്റെ റെസിപ്പി ചെയ്യാൻ വിചാരിച്ചത്. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചായ അല്ലേ, ആ ഒരു ചായ നമ്മൾ വീട്ടിൽ എത്ര ആയാലും ഉണ്ടാക്കിയാലും ശരിയാവില്ല. നല്ല നാടൻ ദമ്മ് ചായ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. നല്ല നാടൻ ചായ അല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ച് നമ്മൾ കടയിലൊന്നും കിട്ടുന്ന ചായ എന്താ വീട്ടിലുണ്ടാക്കിയാൽ കിട്ടാത്തത്, ആ ടേസ്റ്റ് കിട്ടില്ലല്ലോ, നിങ്ങൾ ഇതുപോലൊരു ചായ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കാൻ ഞാനിതാ ഒരു 2 ഗ്ലാസ് 200 ml നമ്മൾ സാധാ ചായ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ ചായൻ്റെ പൊടിയാണ്, വലിയ തരിയല്ല. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട്. ചായപ്പൊടി ഓരോരുത്തരെ കടുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഞാൻ എന്താ അതിലേക്ക് കുറച്ച് പ്ലേറ്റിൽ ചായപ്പൊടി തൂത്തുണ്ട് കേട്ടോ. ഇതാ ഒരു ടീസ്പൂണ് ശർക്കര ചെറുതായിട്ട് പൊടിച്ച് ചേർത്തി കൊടുക്കാനേ, അധികം വേണ്ട, ഒരു ടീസ്പൂണോളം മതി. ഒരു 2 ഏലക്ക ഒന്ന് ചതക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പിഞ്ച് ഇഞ്ചിയും ഇതാ ഇത്രയും മതി കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. നന്നായിട്ടൊന്ന് നമ്മളൊരു വെള്ളം പുളി ഉണ്ടാവും ചായക്ക്, അതില്ലാതിരിക്കാൻ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ആറ്റി ഒന്ന് നന്നായിട്ട് വേവിക്കാം. ഇത് നമ്മൾ നല്ല നൈസ് പൊടിയാണ് എടുത്തത് ഞാൻ, ചായപ്പൊടി. പക്ഷെ നിങ്ങൾ തരിയാണെങ്കിൽ നന്നായിട്ട് വേവിക്കണം കേട്ടോ, വലിയ തരി ഉള്ളത് ഉണ്ടാവും. പിന്നെ ഏലക്ക ഫ്ലേവറൊക്കെ ഉള്ള ചായപ്പൊടിയാണെങ്കിൽ പിന്നെ നമ്മൾ ഏലക്ക ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി വെക്കും കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചൊരു റെസിപ്പി കേട്ടോ. ഇതാ നമ്മളെ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വെള്ളം പുളിക്കരുത്. ഇപ്പം നോക്കണം, പാല് ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചാലും ശരിയാവൂലേ. അപ്പോൾ ആ വെള്ളം പുളി ആദ്യം തന്നെ വേവിച്ച് ഇതുപോലെ ആറ്റിയിട്ട് മാറ്റി കൊടുക്കണം. ഇനി ഇതാ ഞാൻ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണേ. ഒരു 1/4 ഇപ്പോൾ അതാ ഒരു 150 ml പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കട്ടെ. നല്ല പശുവും പാലാണ്. പാലും ഞാൻ പറഞ്ഞല്ലോ പാലിൻ്റെ കട്ടിക്കും, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാല് അതിന് നെയ്യും അതിൻ്റെ ക്രീമൊക്കെ മാറ്റിയത് കാരണം ചിലപ്പോൾ നല്ല നൈസ് വെള്ളം പോലത്തെ പാലുണ്ടാവും. അതാണെങ്കിൽ ഒന്ന് കുറച്ചുകൂടി കൂടുതൽ എടുക്കുക, കട്ടിക്കും ഇതിനൊക്കെ അനുസരിച്ചിട്ട് പാലിലും അളവിലും മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതുപോലെ ദമ്മാക്കി എടുക്കണം. ചായ ദമ്മാക്കി എടുക്കാന്ന് അറിയല്ലേ, കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാട്ടോ. അപ്പം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതേപോലെ പാൽ ആദ്യം തിളപ്പിച്ച് അതിലേക്ക് പൊടി ഇടാറുണ്ട്, അതുപോലെ ആ ചായ ടേസ്റ്റ് ഉണ്ടാവില്ല ശരിക്കും. ചായപ്പൊടി വെന്തിട്ട് മാത്രമേ പാൽ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതാ പഞ്ചസാര ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് ആവശ്യത്തിനനുസരിച്ച്, ചിലർക്ക് പഞ്ചസാര വേണ്ട, ആ ശർക്കരൻ്റെ ചെറിയൊരു മധുരം ഉണ്ടാവും, അത് മാത്രം മതിയെങ്കിൽ അത് മതി. വേണ്ടാത്തവർക്ക്, നല്ല മധുരം വേണ്ടിയവർക്ക് കുറച്ചുകൂടി, ഞാനിപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയായതുകൊണ്ട് കുറച്ചുകൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്ത് നമ്മളെ ചായ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ കയ്യിലുകൊണ്ട് ആറ്റി ഇങ്ങനെ വെറുതെ ഇട്ടിച്ചാൽ പാട കെട്ടിപ്പോവും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ ഒന്ന് തള വരുമ്പോൾ ഓഫ് ചെയ്യുക. അപ്പോൾ പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ആറ്റി ചെയ്യാം, അപ്പോഴേ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ദമ്മ് ചായ ഇവിടെ റെഡി ആട്ടോ. എല്ലാവരും ഇതുപോലൊന്ന് ചായ ഉണ്ടാക്കി നോക്കൂ. ഞാൻ എൻ്റെ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.